BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മോഹൻലാലിനെ സ്വീകരിച്ചു, മമ്മൂട്ടിയെ സ്വീകരിച്ചു, വേടനെ പോലും സ്വീകരിച്ചു. പരാതികളില്ലാതെ 5 വർഷം സിനിമ അവാർഡ് പ്രഖ്യാപനം നടത്തി മന്ത്രി സജി ചെറിയാൻ. പരാതിയില്ലാതെ 5ാമതും അവാർഡ് പ്രഖ്യാപിച്ചുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. കയ്യടി മാത്രമേയുള്ളൂവെന്നും പരാതികളില്ലെന്നും മന്ത്രി പറഞ്ഞു. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ആദരിച്ചു, വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വേടന് പോലും പുരസ്കാരം നൽകിയെന്ന പരാമർശത്തെക്കുറിച്ച് മന്ത്രി പിന്നീട് വിശദീകരിച്ചു. കേരളത്തിൽ ഗാനരചയിതാക്കളായ നിരവധി പ്രഗത്ഭരുണ്ടായിട്ടും ഗാനരചയിതാവല്ലാത്ത വേടന് മികച്ച ഒരു പാട്ടിന്റെ പേരിൽ പുരസ്കാരം നൽകി എന്നതാണ് ഉദ്ദേശിച്ചതെന്ന് മന്ത്രി വിശദീകരിച്ചു. പുരസ്കാരത്തിന് അർഹമായ ബാലതാരങ്ങളും സിനിമയും ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നാണ് ജൂറിയുടെ വിലയിരുത്തൽ. അതേക്കുറിച്ച് ജൂറി തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് സജി ചെറിയാൻ പ്രതികരിച്ചു. കുട്ടികളുടെ നല്ല സിനിമകൾ ഉണ്ടാകാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന നിർദ്ദേശം ജൂറി വച്ചിട്ടുണ്ട്. ഇതിനായി സിനിമയുമായി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കും. ആ പ്രശ്നം പരിഹരിക്കും. അടുത്ത അവാർഡ് വരുമ്പോൾ കുട്ടികൾക്ക് അവാർഡ് ഉണ്ടാകുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം, ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി കുടുംബം. പാലക്കാട് പല്ലശനയിൽ 9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകി. ഡോക്ടേഴ്സിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് സൌത്ത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ ഡോക്ടേഴ്സിന് വീഴ്ചയില്ലെന്നായിരുന്നു KGMOയെയും ആശുപത്രി അധികൃതരും ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ പെൺകുട്ടിയുടെ കുടുംബം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പാലക്കാട് 9 വയസ്സുകാരുടെ വലത് കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ജില്ലാ ആശുപത്രിക്ക് ഗുരുതര വീഴ്ചയുണ്ടെന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ചികിത്സാ പിഴവ് വ്യക്തമാക്കുന്ന മെഡിക്കൽ രേഖകൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. കുട്ടിയുടെ മുറിവ് ഡോക്ടേഴ്സ് രേഖപ്പെടുത്തിയില്ല. ആന്റിബയോട്ടിക് മരുന്നുകൾ എഴുതിയില്ല. വേദനയുണ്ടായിട്ടും ഇൻഫെക്ഷൻ പരിശോധന നടത്തിയില്ലെന്നും മെഡിക്കൽ രേഖകൾ വ്യക്തമാക്കുന്നു. BP പോലും പരിശോധിച്ചില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പാലക്കാട് പല്ലശന സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത്. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ കുട്ടിക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ തെരഞ്ഞ പോലീസ്, പരിശോധനയ്ക്ക് ഡോഗ് സ്ക്വാഡും. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും തൃശൂരിൽ വെച്ച് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ കണ്ടെത്തുവാൻ ഡോഗ് സ്ക്വാഡും. വിയ്യൂർ ജയിൽ പരിസരത്താണ് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ഡോഗ് സ്ക്വാഡിലെ ജിപ്സി എന്ന നായയെ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. ബാലമുരുകന്റേതെന്ന് സ്ഥിരീകരിക്കുന്ന ചെരുപ്പ് ഉപയോഗിച്ചാണ് തിരച്ചിൽ ആരംഭിച്ചത്. തിരച്ചിലിനിടെ നായ സമീപത്തെ പെട്രോൾ പമ്പ് വരെ സഞ്ചരിച്ചു. വിയ്യൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്നും 50 മീറ്റർ അകലെ വെച്ച് ഇന്നലെ രാത്രി 9:30യോടെയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രതി ചാടിപ്പോയതിൽ ബാലമുരുകനെ തിരികെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ഉയർന്നിരുന്നു. പ്രതി ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയതിലും കൈവിലങ്ങ് മാറ്റിയതിലും വീഴ്ച സംഭവിച്ചെന്നാണ് കണ്ടെത്തൽ. മൂത്രമൊഴിക്കുവാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഭക്ഷണം കഴിക്കുവാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു. ചാടിപ്പോയ പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി. ഇതിനുശേഷമാണ് വിയ്യൂർ ജയിലിൽ വിവരമറിയിക്കുന്നത്. ബാലമുരുകനായി തൃശൂർ നഗരപ്രദേശം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പരിശോധന. ഇതിനിടെ ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. തമിഴ്നാട് ബന്തൽകുടി SI നാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കേരളത്തിലെത്തിച്ചത്. മുൻപ് 2 വട്ടം പോലീസ് കസ്റ്റഡിയിൽ നിന്നും ബാലമുരുകൻ ചാടിപ്പോയിരുന്നു. റോഡ് അരികിൽ സൂക്ഷിക്കുന്ന ബൈക്കുകൾ തട്ടിയെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതാണ് പ്രതിയുടെ രീതി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. കുടുംബാധിപത്യമുള്ളത് BJPയിൽ, കോൺഗ്രസിന് ബാധകമല്ല. തരൂരിന്റെ പരാമർശം നെഹ്റു കുടുംബത്തെ ബാധിക്കില്ല. കൊടിക്കുന്നിൽ സുരേഷ് MP. ശശി തരൂരിന്റെ വിമർശനങ്ങളിൽ മറുപടി പറയേണ്ടത് ഹൈക്കമാൻഡെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സംഭവം വിശദമായി പഠിക്കണം. വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം. തരൂരിന്റെ ആർട്ടിക്കിൾ താൻ വായിച്ചിട്ടില്ല. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തരൂരിന്റെ മുൻ പരാമർശം അടഞ്ഞ അധ്യായം. തരൂരിന്റെ പരാമർശം നെഹ്റു കുടുംബത്തെ ബാധിക്കില്ല. 1ാം UPA കാലത്ത് മൻമോഹൻ സിംഗിനെ ശുപാർശ ചെയ്തത് സോണിയാഗാന്ധിയാണ്. കുടുംബവാഴ്ച എന്നത് കോൺഗ്രസിന് ബാധകമല്ല. കുടുംബാധിപത്യമുള്ളത് BJPയിലെന്നും കൊടിക്കുന്നിൽ മറുപടി നൽകി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടക്കുന്നത്. കോർപ്പറേഷൻ തിരിച്ചുപിടിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല.
തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പൂർണ്ണ ഐക്യത്തോടെ മുന്നോട്ടു പോകും. ട്രെയിനിൽ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. വർക്കലയിലുണ്ടായത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്. ഒരു സുരക്ഷിതത്വവും ലഭിക്കുന്നില്ല. RPFന്റെ സാന്നിധ്യം കുറവ്. മദ്യപിച്ചെത്തുന്ന സംഘത്തെ നിയന്ത്രിക്കുവാനും കഴിയുന്നില്ല. ബോഗികളുടെ ഇടനാഴിയിലാണ് ഈ സംഘം നിൽക്കുന്നത്. ഇന്നലെ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. EP ജയരാജൻ BJPയിൽ ചേരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ BJPക്ക് താൽപര്യമില്ല. AP അബ്ദുള്ളക്കുട്ടി. MV ഗോവിന്ദനെയും P ജയരാജനെയും വിമർശിക്കുവാൻ തട്ടിക്കൂട്ടിയ പുസ്തകമാണ് EP ജയരാജന്റെ ആത്മകഥയെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. ഗോവിന്ദനോട് കടുത്ത വിരോധമാണ് EPക്കുള്ളത്. അതുകൊണ്ടാണ് പരിപാടിയിലേക്ക് ക്ഷണിക്കാതിരുന്നത്. P ജയരാജൻ ഒരു പുസ്തകം എഴുതിയാൽ EP ജയരാജന്റെ കഥകൾ എല്ലാം പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജന് BJPയിൽ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നെന്നും എന്നാൽ BJPക്ക് താൽപര്യമില്ലായിരുന്നുവെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. അതിനിടെ ആത്മകഥയിലെ വിമർശനങ്ങളിൽ പ്രതികരണവുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്ത് വന്നു. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നു. വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയാമെന്നും EP ജയരാജൻ പറഞ്ഞു. അതേസമയം വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ EP ജയരാജന്റെ വിമർശനത്തിൽ പ്രതികരിക്കുവാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. വിവാദത്തിൽ നേതൃത്വം കൃത്യസമയത്ത് വ്യക്തത വരുത്തിയില്ലെന്നായിരുന്നു EP ജയരാജന്റെ വിമർശനം. EP ജയരാജന്റെ ആത്മകഥയിൽ CPIM നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനമുണ്ട്. വൈദേകം റിസോർട്ട് വിവാദം ഉയർന്നപ്പോൾ ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് വ്യക്തത വരുത്തിയില്ലെന്നും P ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിക്കുകയാണ് ചിലർ ചെയ്തത് എന്നുമാണ് വിമർശനം. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. അമ്മയ്ക്കും രണ്ടാനച്ഛനും 180 വർഷം കഠിന തടവ്. മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുനിന്ന കുട്ടിയുടെ അമ്മയ്ക്കും 180 വർഷം കഠിന തടവ് ശിക്ഷ. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് ഉത്തരവ്. കഠിന തടവിന് പുറമെ 11,75,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ജഡ്ജി AM അഷ്റഫാണ് ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും പാലക്കാട് സ്വദേശിയായ യുവാവിനെയുമാണ് കോടതി ശിക്ഷിച്ചത്. IPC പോക്സോ ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ ചേർത്താണ് ശിക്ഷ. ശിക്ഷയിൽ യാതൊരു തരത്തിലുള്ള ഇളവുകളും നൽകേണ്ടതില്ലെന്ന് ജഡ്ജി വ്യക്തമാക്കി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സോമസുന്ദരൻ ഹാജരായി. 2019 മുതൽ 2021 വരെയുള്ള 2 വർഷക്കാലം 11-കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. തലയിൽ ക്യാമറ ഉണ്ടെന്നും പീഡന വിവരം പുറത്തു പറഞ്ഞാൽ അത് ഞങ്ങൾ അറിയുമെന്നും പറഞ്ഞുകൊണ്ട് കുട്ടിയെ ഇവർ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. 2019 തിരുവനന്തപുരം സ്വദേശിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് സ്വദേശിക്കൊപ്പം പോയത്. കുട്ടിയെ കാണണമെന്നാവശ്യപ്പെട്ട് 2021 മുത്തശ്ശൻ പോലീസിനെ സമീപിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കുട്ടിയെ കാണാൻ അനുവദിക്കില്ലെന്ന് അമ്മ വാശി പിടിച്ചതോടെ തർക്കമായി. ഇതോടെ കുട്ടിയെ CWC ഏറ്റെടുത്തു. തുടർന്ന് സ്നേഹിതയിൽ പാർപ്പിച്ചപ്പോഴാണ് കുട്ടി ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. മലപ്പുറം വനിതാ പോലീസ് ആണ് കേസ് അന്വേഷിച്ചത്. കുട്ടിക്ക് പലപ്പോഴായും ഭക്ഷണം പോലും നൽകിയിരുന്നില്ലെന്നും മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും അയൽവാസികളും മൊഴി നൽകിയിരുന്നു. നിലവിൽ രണ്ടാനച്ഛനും അമ്മയും ജയിലിൽ കഴിയുകയാണ്. പുരുഷ സുഹൃത്തിനൊപ്പം കാറിലിരുന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. 3 പ്രതികളെ കാലിൽ വെടിവെച്ച് വീഴ്ത്തി പോലീസ്. 2 പേർ സഹോദരങ്ങൾ. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പ്രതികളെ കാലിൽ വെടിവെച്ച് വീഴ്ത്തി പോലീസ്. ശിവഗംഗ സ്വദേശികളായ ഗുണ, സതീഷ്, കാർത്തിക് എന്നിവരാണ് പിടിയിലായത്. സതീഷും കാർത്തിക്കും സഹോദരങ്ങളാണ്. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളുടെ കാലിൽ പോലീസ് വെടിവെച്ചു വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ പ്രതികളെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പോലീസ് കോൺസ്റ്റബിളിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചതാണ് എന്നാണ് പോലീസ് പറയുന്നത്. കൈക്ക് പരിക്കേറ്റ കോൺസ്റ്റബിളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതിനിടെയാണ് 3 പ്രതികൾ പിടിയിലാകുന്നത്. അതിജീവിത ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 11 മണിക്ക് വിമാനത്താവളത്തിന് സമീപം തന്റെ പുരുഷ സുഹൃത്തിനൊപ്പം കാറിൽ ഇരിക്കുകയായിരുന്നു യുവതി. ബൈക്കിലെത്തിയ 3 യുവാക്കൾ കാറിന്റെ ജനൽ കല്ലുകൊണ്ട് തല്ലി തകർത്ത ശേഷം യുവാവിനെ വാളുകൊണ്ട് വെട്ടി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഭയന്ന യുവാവ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 4 മണിയോടെ വിമാനത്താവളത്തിന് 1 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. യുവതിയെ പ്രതികൾ ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.